കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വീകരിക്കപ്പെടട്ടെ. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വചനം, നമ്മുടെ ഇടയിൽ പിശാച് കടന്നു വന്ന് നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും നശിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിൽ കാണാം. പിശാച് ആരെയും വിഴുങ്ങേണ്ടുവന്ന കൊണ്ട് രീതിയിൽ നമ്മളെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് ഇടപെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ 3 ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. 1, ദൈവവുമായിട്ടുള്ള ബന്ധം. 2, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം. 3, അപ്പനും മക്കളും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം. ഇവയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുടുംബത്ത് അസമാധാനവും അശാന്തിയും ഐക്യവും എല്ലാം നഷ്ടപ്പെടും. അതിനുദാഹരണമായിട്ടാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, മറിയയ്ക്ക് വിശുദ്ധ കന്യാമറിയാമിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ആളാണ് ജോസഫ്. ജോസഫ് ഒരു നീതിമാനായിരുന്നു. പക്ഷെങ്കിൽ ജോസഫിന് കന്യാമറിയാമിന് പരിശുദ്ധാത്മാവിൽ കൂടി അവൾ ഗർഭം ധരിച്ചു. അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് അപവാദം വരുത്തുവാൻ അവൾക്കൊട്ടും ഇഷ്ടമില്ലായിരുന്ന കാര്യമാണ്. അവൾ രഹസ്യത്തിൽ മറിയത്തെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ആ കാലത്ത് ഒരു കന്യക ഗർഭം ധരിച്ചാൽ, വിവാഹം കൂടാതെ കന്യക ഗർഭം ധരിച്ചാൽ ഭയങ്കരമായ ശിക്ഷാവിധിയുള്ളായിരുന്ന കാലമായിരുന്നു. അങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു പതിവായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുന്ന ഒരു പരിപാടി, ചിന്തകളുമൊക്കെ നമ്മുടെ നീതിമാനായ ജോസഫിൻ്റെ മനസ്സിൽ വന്നു. അപ്പോഴത് അവിടെ പൈശാചികമാണ് അവിടെ കൊണ്ടുവന്നത്. ബന്ധങ്ങളെ തകർക്കുന്നത് പിശാചാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ദൈവം അവിടെ ഇടപെട്ടു. കർത്താവ് അവിടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മാലാഖ പറഞ്ഞു, ജോസഫേ, നിൻ്റെ ഭാര്യയെ ചേർത്തുകൊള്ളാൻ മടിക്കണ്ട. അവളിൽ സംജാതമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ് അവളെ നിൻ്റെ ഭാര്യയായിട്ട് കൂട്ടിക്കൊള്ളുക എന്ന ഒരു സന്ദേശം ദൈവത്തിൽ കൂടി അവന് ലഭിച്ചു. അന്ന് മുതൽ കർത്താവ് അവളെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. അവളെ ചേർത്ത് കൊണ്ട് സമാധാനമായിട്ടുള്ളൊരു ജീവിതം നയിച്ചു, സന്തോഷമുള്ള ജീവിതം നയിച്ചു നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നു. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും കാരണം പൈശാചിക ചിന്തകളും പൈശാചിക ബന്ധനങ്ങളുമാണ്. ഈ ബന്ധനങ്ങൾ ഭാര്യ ഭർത്താവുമായിട്ടുള്ള ബന്ധം ചിലപ്പോൾ സംശയരൂപ ഹസ്ബൻഡിൻ്റെ മനസ്സിൽ കടന്നു വരുന്നൊരു പൈശാചികമായിരിക്കും. അല്ലെങ്കിൽ വേറെന്തെങ്കിലും അവർ തമ്മിലുള്ള ഐക്യത്തെ തകർക്കാൻ വേണ്ടി എന്തെങ്കിലും ആരെങ്കിലും ഒരു നുണ പറഞ്ഞു കൊടുത്തായിരിക്കും. അല്ലെ ഭാര്യയുടെ ചാരിത്രത്തെക്കുറിച്ച് സംശയിക്കുന്ന ഭർത്താവ്, അല്ലെ ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പിശാച് ഈ നമ്മുടെ മധ്യേ, ഭാര്യ ഭർത്താക്കന്മാരുടെ മധ്യേ കൊണ്ടുവന്നാൽ ആ ബന്ധം ശിഥിലമായി പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അത് പൈശാചികമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്, അത് പിശാച് കൊണ്ടുവരുന്നതാണ്. അപ്പം ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവമാണ് നമുക്ക് സകലവും തരുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധം നശിപ്പിക്കാനായിട്ട് പിശാച് വളരെയധികം പ്രയത്നിക്കുക. അതുപോലെ തന്നെ ആദാമിനോടും ഹവ്വായോടും പറഞ്ഞിട്ടുണ്ട്, ഈ ഫലം നീ പറിച്ചു തിന്നരുത്, ഈ പറിച്ചു തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാമ്പിൻ്റെ രൂപത്തിൽ സാത്താൻ വന്ന് ഹവ്വായെ പ്രലോഭിപ്പിച്ച് ആ പഴം അവളെ കൊണ്ട് തീറ്റിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നുപോയി. അപ്പോൾ അങ്ങനെ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ അകലാനായിട്ടും പിശാച് നമ്മളെ പ്രേരിപ്പിക്കുന്നതായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള അതിലൊന്നും നമ്മൾ വീഴാൻ പാടില്ല. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, അതും പിശാച് കൊണ്ടുവരുന്നതാണ്. ഓരോ സംശയങ്ങളും ഓരോ റിബലേഷനും ഒക്കെ റിബലായിട്ട് മക്കൾ പ്രവർത്തിക്കുന്നതും അനുസരണമില്ലാതെ മക്കൾ പ്രവർത്തിക്കുന്നതും മാതാപിതാക്കൾക്ക് ദുഃഖത്തിലാഴ്ത്തുന്നതൊക്കെ പല കാര്യങ്ങളും പിശാച് കൊണ്ടുവരുന്നതാണ്. അതുപോലെ സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ,
ഒരു അത്യാഗ്രഹിയായ ഒരു സഹോദരൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ, വഴക്കുണ്ടാക്കുന്നവനാണുണ്ടെങ്കിൽ, അന്യായമായിട്ട് മറ്റുള്ളവരുടെ പിടിച്ചു പറിക്കാരനാണെങ്കിൽ അവിടെയും അസമാധാനം ഉണ്ടാകും. അസമാധാനം ഉണ്ടായിട്ട് അവിടെ അവരുടെ ഐക്യവും സമാധാനവും ആ കുടുംബത്തിൻ്റെ പേരും പ്രശസ്തിയും എല്ലാം നഷ്ടപ്പെടാനിടയാകും. അത് പൈശാചികമായിട്ടുള്ള ചിന്തയാണ്. ആ സഹോദരൻ്റെ മനസ്സിൽ പൈശാചികമായിട്ടുള്ള ചിന്തകൾ പിശാച് കയറ്റിവിട്ട് അവിടെ അസമാധാനം ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നൊരു പ്രവണത അവനിൽ കൂടി പിശാച് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം പിശാചിൻ്റെ പ്രവർത്തനമാണ്. ഈ പിശാചിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ കരകയറും? അപ്പോൾ നമ്മൾ അതിൽ നിന്ന് സങ്കീർത്തനത്തിലെ 37-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന, ദുഷ്പ്രവർത്തിക്കാരണം നിമിത്തം നീ മുഷിയരുത്, നീതികേട് പ്രവർത്തിക്കുന്നവരോട് അസൂയപ്പെടരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുക. യഹോവയിൽ തന്നെ നീ രസിച്ചു കൊള്ളുക. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയ്ക്ക് ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അവൻ നിൻ്റെ നീതിയെ പ്രഭാതം പോലെയും നിൻ്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക. യഹോവയുടെ മുമ്പാകെ അവനായി മിണ്ടാതിരുന്നവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവരും ദുരുപയോഗം പ്രയോഗിക്കുന്നവരെക്കുറിച്ച് നീ മുഷിയരുത്. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപയോഗം പ്രയോഗിക്കുന്നവനെക്കുറിച്ച് മുഷിയരുത്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും. യഹോവയിൽ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ അവകാശമാക്കും എന്നാണ് ബൈബിളിൽ നമ്മുടെ തിരുവചനത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ പരീക്ഷണങ്ങളിൽ അകപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവമായിട്ടുള്ള ബന്ധം നമ്മളിൽ നിന്ന് വിട്ടുപോകരുത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവം ഒരു നാളും തള്ളിക്കളയുകയില്ല. ദുഷ്പ്രവർത്തിക്കാർ മൂലം നീ മുഷിയരുതെന്നാണ് പറയുന്നത്. നീ യഹോവയിൽ തന്നെ ആശ്രയിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. യഹോവയിൽ ആശ്രയിക്കുക, അത് അവൻ നിർവഹിക്കുക. അവൻ നിൻ്റെ നീതിയെ പ്രഭാതം പോലെയും നിൻ്റെ ന്യായത്തെ മധ്യാഹ്നം പോലെ പ്രകാശിപ്പിക്കും. യഹോവയുടെ മുമ്പാകെ മിണ്ടായിരുന്ന അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപയോഗം പ്രയോഗിക്കുന്നതിനെക്കുറിച്ച് നീ മുഷിയരുത്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. മുഷിഞ്ഞു പോകരുത്, ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും. എന്നാൽ യഹോവയിൽ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ മടുത്തു പോകാതെ ദൈവം മുമ്പാകെ പ്രാർത്ഥിക്കുവാൻ ഈ 3 ബന്ധങ്ങൾ നമ്മൾ ഈ ദൈവമായിട്ടുള്ള ബന്ധം, ഭാര്യ ഭർത്താവുമായുള്ള ബന്ധം, അതുപോലെ തന്നെ അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം, സഹോദരന്മാരുമായി തമ്മിലുള്ള ബന്ധം, ഈ ബന്ധങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ വഴി നടത്തും. പിശാചിന് ഇടം കൊടുക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് നന്മ വരും, നമ്മളെ ദൈവം കാത്തുകൊള്ളും. ഇതാണ് എനിക്ക് നിങ്ങളെ പറയാനുള്ള ഇന്നത്തെ വാക്യം. ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുക, എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണും. അപ്പം ഇത് ഞാൻ അവസാനിപ്പിക്കട്ടെ ഈ വാക്യങ്ങൾ. അതുപോലെ എല്ലാവരും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വീകരിക്കപ്പെടട്ടെ. ബൈ ബൈ. ഗോഡ് ബ്ലസ് യു.